അന്നത്തെ അപഹാസ്യമായ പല പ്രവണതകളിൽ ഒന്നായിരുന്നു മാഹാത്മ്യം പാടൽ. തുളസിക്കും കൂവളത്തിനും ഏകാദശിക്കും ഒക്കെ ഓരോ മാഹാത്മ്യങ്ങളുണ്ട്. പക്ഷെ അതുകൂടാതെ അവനവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നതുമായ സകല അന്ധവിശ്വാസത്തിനും സകല അനാചാരത്തിനും ഏതെങ്കിലും ഒരു ദേവനെയോ ദേവീനെയോ കൂട്ടുപിടിക്കുക. ആ ദേവിയുടെയോ ദേവൻ്റെയോ പ്രീതി കിട്ടാൻ ഇന്നത് ചെയ്യണമെന്ന് അനുശാസിക്കുക. ഇതിനൊരു മാഹാത്മ്യം രചിച്ച് അത് പ്രചരിപ്പിക്കുക. തലമുറകളെ തന്നെ അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും കെട്ടുപാടിൽ ബന്ധിച്ചിടുന്ന ഇത്തരം മാനസിക അടിമത്തത്തിനെതിരെ പടവെട്ടിയ ആദ്യത്തെ കവിയെന്ന് തലപ്പാടിനെ വിളിച്ചാൽ അത് അസ്ഥാനത്താവില്ല. അദ്ദേഹത്തിൻ്റെ പുകയില മാഹാത്മ്യം ഈ പ്രവണതയ്ക്കെതിരെയുള്ളൊരു ചാട്ടവാറടിയായിരുന്നു. അന്നത്തെ ഒരു കവിയും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഇത്തരം കാര്യങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തോട് നീരസം ഭാവിച്ചിരുന്ന പണ്ഡിതന്മാരാണ് അദ്ദേഹത്തിനെ ഒരു തരംതാണ കവി എന്ന് പ്രചരിപ്പിച്ചിരുന്നത്. അതായത് ഒരാൾ അന്നത്തെ കാലത്ത് ഒരു 1-ാം ക്ലാസ് കവിയാണെങ്കിൽ ധാരാളം വരികൾ നിരത്തി പണ്ഡിതോചിതമായ നേരത്തെ പറഞ്ഞ മാതിരത്തെ കവിതക്കളികൾ മാഹാത്മ്യങ്ങൾ ഒക്കെ പാടുന്ന സംസ്കൃത കാവ്യങ്ങൾ രചിക്കണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഭാഗ്യവശാൽ വള്ളത്തോളിൻ്റെ ഭാഗ്യം കൊണ്ട് വള്ളത്തോൾ തൻ്റെ കുട്ടിക്കാലത്ത് ഇത്തരം കവിതകൾ കുറേ എഴുതിയിട്ട് പണ്ഡിത ലോകത്തിൻ്റെ നല്ല കുട്ടിയായി. അല്ലെങ്കിൽ അദ്ദേഹവും കഷ്ടത്തിലായി പോയേനെ. ആദ്യകാലത്ത് അദ്ദേഹം അത് കുറേ എഴുതി വെച്ചിട്ടുണ്ട്. നാലപ്പാടൻ അതിന് നിന്നിട്ടില്ല. അല്ലെങ്കിൽ ഒന്നാന്തരം ഭാവകാവ്യമായ ഒരു കണ്ണുനീർത്തുള്ളി വന്നപ്പോഴും കൂടി അദ്ദേഹത്തിൻ്റെ നേരെ വാളെടുക്കാൻ പണ്ഡിത ലോകം നിൽക്കാനുള്ള കാരണം ഈ ഒരു 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 വ്യതിചലിച്ച സഞ്ചാരം കൊണ്ടാണ്. പക്ഷേ അതൊരു 1-ാം ക്ലാസ് കവിതയാണ് എന്ന് പറയാൻ ചുരുക്കം ചില പണ്ഡിതന്മാർ ധൈര്യം കാണിച്ചു. അത് സഞ്ജയനെ പോലുള്ള ആൾക്കാരാണ് ശരിക്കും അതൊരു 1-ാം ക്ലാസ് കവിത തന്നെയാണ് എന്ന് പറയാനുള്ള ധൈര്യം കാട്ടിയത്. അദ്ദേഹം പറഞ്ഞത് ഒരു 2-ാം ക്ലാസ് കവിയുടെ 1-ാം ക്ലാസ് കവിത എന്നാണ് എന്ന് പറഞ്ഞുവല്ലോ. അതിൻ്റെ അകത്ത് ആ കവിത 1-ാം ക്ലാസ് തന്നെയാണ്. പക്ഷെ ഒരു കവി ഒരു 1-ാം ക്ലാസ് കവിത എഴുതിയ ആ കവി 1-ാം സ്ഥാനത്തേക്ക് മാറി എന്നുള്ളത് കൂടി അതിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അത് ആ വാക്ക് തന്നെ ഒരു 1-ാം ക്ലാസ് ഒരു 2-ാം ക്ലാസ് യോദ്ധാവിൻ്റെ 1-ാം ക്ലാസ് വിജയം എന്ന് വാട്ടർലൂവിനെ പറ്റിയിട്ട് ഹ്യൂഗോ പറഞ്ഞതും നലപ്പാടൻ തർജ്ജമ ചെയ്തിട്ടുള്ള എൻ്റെ ആ വാക്ക് എടുത്തിട്ടാണ് സഞ്ജയൻ ഇത് പറഞ്ഞിട്ടുള്ളത് തന്നെ. അപ്പോൾ വാസ്തവം പറഞ്ഞാൽ കണ്ണുനീർത്തുള്ളി എന്ന കാവ്യത്തോടെ ആയിരുന്നില്ല നാലപ്പാടൻ എന്ന ഒരു വ്യക്തിയോടായിരുന്നു അന്നത്തെ പണ്ഡിതന്മാർക്ക് വിഷമം. ദൈവഗതിയിലൂടെയും പുകയില മഹാത്മ്യത്തിലൂടെയും ദൈവനിഷേധി എന്നൊരു പേര് അദ്ദേഹം സമ്പാദിച്ചു വെച്ചിരുന്നു. വാസ്തവത്തിൽ അദ്ദേഹം നിഷേധിയേ അല്ല എന്നുള്ളതാണ്. വളരെ പക്വത വന്ന വളരെ സാത്വികനായ ശ്രീവിദ്യ ഉപാസകനായ സ്വന്തം വീട്ടിൽ തന്നെ ചെറിയ അമ്പലം വെച്ച് ഉപാസന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വളരെ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇഷ്ടമുള്ള ആളാണത്. അദ്ദേഹത്തിൻ്റെത് അമ്പലത്തിലും അനാചാരത്തിലും അല്ല, ദൈവം ഇരിക്കുന്നത് തൻ്റെ ഹൃദയത്തിൽ തന്നെയാണ്, ഓരോ മനുഷ്യൻ്റെയും ഓരോ ജീവിയുടെയും മനസ്സിലാണ് എന്നുള്ള കൺസെപ്റ്റായിരുന്നു അദ്ദേഹത്തിന്. ഓരോ പുൽക്കൊടിയിലും കല്യാണകൃഷ്ണൻ്റെ മെയ്വടിവായിട്ടാണ് അദ്ദേഹം കണ്ടത്. ഓരോ പുൽക്കൊടിയിലും കല്യാണകൃഷ്ണൻ്റെ ആ ശ്യാമ നിറമുള്ള ആ മെയ്വടിവാണ് ഓരോ പുല്ലിലും അദ്ദേഹം കണ്ടത്. ഓരോ കല്ലിലും അദ്ദേഹം മഹേശ്വരനെയാണ് കണ്ടത്. അങ്ങനെയുള്ള സത്യസന്ധമായ ഒരു മനസ്സിൻ്റെ പിൻബലമായിട്ട് നിന്ന് കവിതകളിലും കൃതികളിലും കൂടി പ്രകടമായിക്കൊണ്ടിരുന്ന ഈശ്വരത്വത്തെ അന്നത്തെ പണ്ഡിത ലോകം നിഷേധിക്കുകയാണ് ശരിക്കും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ അന്ധവിശ്വാസങ്ങളെ നിഷേധിക്കുന്നതും ഈശ്വരനെ നിഷേധിക്കുന്നതും ഒന്നല്ല. അതങ്ങോട്ട് മനസ്സിലായില്ല എന്ന് പറയാം. തന്നെ പുകയില ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ ചെയ്യണ ഒരു സാധനമാണ്. തുളസിയോ ഒരു ശാശ്വത സുഖത്തിനെ കാക്ഷിക്കുന്ന മനുഷ്യനാണ് പൂജിക്കുന്നത്. ആത്മാവിനെ ഉപേക്ഷിച്ച് ശരീരത്തിൻ്റെ സുഖങ്ങളിൽ മയങ്ങുന്ന സമൂഹത്തെപ്പോലെ ഒരു സ്വാഭാവിക സംഭവം മാത്രമാണ് അത്. അതാണ് ശരിക്ക് നാലപ്പാടൻ ഉദ്ദേശിച്ചതും. അദ്ദേഹത്തിൻ്റെ അന്യാപദേശ കവിതയിലും അത് നമുക്ക് മനസ്സിലാവും. പുകയില മഹാത്മ്യം എന്ന കൃതിയുടെ പിന്നിലുള്ള സ്വതന്ത്ര ചിന്തയുടെ സർവതോമുഖമായ ഈ തള്ളിക്കയറ്റം അന്നത്തെ മലയാള സാഹിത്യക്കളരിയിൽ ഒരു പുതുമയായിരുന്നു.
പുകയില ഇവിടെ മഹാത്മ്യത്തിനെ പറ്റിയിട്ട് വിഷ്ണു ശിവനും ഒക്കെ ഇരുന്ന് പറയുക എന്ന് പറഞ്ഞ് കളിയാക്കി പറഞ്ഞാണ്. അത് മനസ്സിലാവേണ്ട കുറേ ആൾക്കാർ കളിയാക്കുകയാണെന്ന് പോലും മനസ്സിലായില്ല അവർക്ക്. അതുകൊണ്ട് രണ്ടാമത്തെ എഡിഷൻ വന്നപ്പോൾ അദ്ദേഹത്തിന് അത് എഴുതേണ്ടി വന്നു. ആൾക്കാർക്ക് മനസ്സിലാവാത്തതുകൊണ്ട് അത് വ്യക്തമായിട്ട് തന്നെ രണ്ടാമത്തെ എഡിഷനിൽ പറയേണ്ടി വന്നു. ഇത് കളിയാക്കിയതാണ്, അപഹസിച്ചതാണ് എന്നുള്ളത് പറയേണ്ടി തന്നെ വന്നു. അത്രയായിരുന്നു അന്നത്തെ ആൾക്കാരുടെ ഒരു ചിന്താഗതി.